ഹലോ ഡോക്ടറെ. ഇന്ന് നേരത്തെ പോയോ? എവിടെ? എന്താ ഡോക്ടറെ? ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരുന്നു. എന്താണാവോ? നിങ്ങളല്ലേ പറഞ്ഞത് ബിമിനത്തിനെ അന്വേഷിച്ചാൽ കിട്ടില്ലെന്ന്? അവനെ ഞാൻ പൊക്കി. ആള് ദുബായിലുണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ എത്തും. എയർപോർട്ടിൽ തന്നെ വിളിച്ചിരുന്നു. അവര് തമ്മിലൊന്ന് സംസാരിച്ചാൽ മതി. നിങ്ങളുടെ പഴയ ബിനുവിനെ ഞാൻ തിരിച്ചു തരും. ശരി. ഹാപ്പി അല്ലേ? അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. എന്തോ ഈ മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറെ ലെവലാണ്. ബിമിനത്ത് എൻ്റെ പേരും അവൻ എന്നെ മാത്രം ഓർമ്മ പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞു ഡോക്ടർ. ബിനുവിന് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ പോലും ഞാൻ ഇത്രയും വിഷമിച്ചിട്ടില്ല. പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. കിട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് ഞാൻ പോന്നു. എൻ്റെ ബിനു വേണം ഡോക്ടർ, എനിക്ക് അവനെ കാണണം. റൂം നമ്പർ 106. ആ ഡോക്ടറെ, ഈ ഫ്ലൈറ്റിൻ്റെ പൈസ കിട്ടിയായിരിക്കും അല്ലേ? അല്ല, ഡോക്ടറിന് രാവിലെ വിളിച്ച് പെട്ടെന്ന് വരാൻ പറഞ്ഞ കാരണം ഞാൻ ബിസിനസ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് തന്നിട്ടുള്ളേ. അത് മോശമാവും അല്ലേ? കുറച്ച് മോശമാണ്. വേണ്ട, ഡോക്ടർ ചോദിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. ഇത് കണ്ടിന്യൂ ചെയ്തോ. ഡോക്ടറെ, ആ. ആ ബിമിനത്ത് എന്ന് പറഞ്ഞ ആളെത്തിയോ? അവൻ ആ ബിനോൺ റൂമിലേക്ക് പോയിട്ടുണ്ട്. അതെ, വേറൊരു സന്തോഷ വാർത്തയുണ്ട്, പറയാം. ക്യാബിനിലേക്ക് വാ. നിങ്ങൾക്ക് സന്തോഷത്തിന്റെ പെരുന്നാളാണല്ലോ. ഡോക്ടറെ, നമ്മൾ പെടുവോ? നമ്മളല്ല, നിങ്ങൾ പെടും. നിങ്ങൾ ഈ വിഷയം എന്നോട് പറയാൻ പോലും പാടില്ലായിരുന്നു. തുറന്നു പറഞ്ഞാലേ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പറ്റുന്ന ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്? എന്ന് വെച്ച് നിങ്ങളുടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈശ്വരാ, അപ്പൊ ഞങ്ങളിപ്പോ എന്ത് ചെയ്യും? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ അവിടെ പോയിട്ട് ആ സന്തോഷം എന്താണെന്ന് അറിയും. ചെല്ല്, നിങ്ങൾ ഇവിടെ പോയിട്ട് ഈ സന്തോഷം എന്താണെന്ന് നോക്ക്. ഓൾ ദി ബെസ്റ്റ്. ഡോക്ടറെ, ഡോക്ടർ ഇഞ്ഞ് വാ, എന്നെ വിടൂ. എൻ്റെ ബിനു, അന്ന് നീ എനിക്ക് കുറച്ച് പൈസ മറിച്ച് തരാന്ന് പറഞ്ഞാണല്ലോ നിന്റെ തല കടിയുള്ളൂന്ന്. ശരിക്കും നിന്റെ വയറ്റത്തടിയുണ്ട്. നിക്കക്കളില്ലാണ്ടായപ്പോൾ ഞാൻ ദുബായിക്ക് പോയി. ആട് ജീവിതം ഒന്നുമല്ല ബിനു, പട്ടി ജീവിതം. എൻ്റെ പട്ടി ജീവിതം. ആള് ഫിസിക്കലി ഓക്കെയാണ്. ഇനിയിപ്പോ അവിടെ ഇങ്ങനെ കിടത്തേണ്ട കാര്യമുണ്ടോ? ഡിസ്ചാർജ് ചെയ്യുന്നതല്ലേ നല്ലത്. അയ്യോ, അതല്ല, ഇവിടെയാണെങ്കിൽ നമ്മളെല്ലാവരും സേഫാ. സേഫ് ആയിരുന്നിട്ട് എന്താ കാര്യം? ബിനു ഇമ്പ്രൂവ് ആവണ്ടേ? നീ എനിക്ക് ആ പൈസ ഒന്ന് സംഘടിപ്പിച്ചു തരണം, പ്ലീസ്. ഇപ്പം ഇങ്ങനെ ഉറങ്ങാറ്? ഉറങ്ങി. അയാൾക്ക് എന്തെങ്കിലും ഓർത്തെടുക്കണമെങ്കിൽ അയാൾ ജനിച്ചു വളർന്ന വീടും പരിസരവും ഒക്കെ കാണുമ്പോഴാണ്. അല്ല ഡോക്ടറെ? പിന്നല്ലാതെ ഞാനിത് ഇവരോട് 100 പ്രാവശ്യം പറഞ്ഞു. അതാണ്. അപ്പൊ നാളെ എന്തായാലും ഇവിടുന്ന് ഡിസ്ചാർജ് ആവണം. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ കിടന്നിട്ട് ഞാൻ വിനിത്താണ്. ഒന്നുകൂടെ ഒരു കാര്യം പറയാനാ. ആ ബിമിനത്താണ്. അവൻ ആ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കാശ് ഒന്ന് കൊടുക്കണമായിരുന്നു. 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപയാ? എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ നമ്മള് ഡോക്ടറെ, പുള്ളിക്ക് എന്നെ അങ്ങോട്ട് കിട്ടണല്ലോ. അതാണ് ഇവിടെ പ്രശ്നം, കിട്ടണില്ല. ആണോ? നിങ്ങൾ സംസാരിച്ചിരിക്കും, എനിക്കൊരു കേസ് ഉണ്ട്. ഡോക്ടർ, ഫോട്ടോ കാണണമല്ലോ. കിട്ടി കിട്ടി. ഈ ഒരൊറ്റ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ മതി. ബിനുവിന് കംപ്ലീറ്റ് കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മ വരും. എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാം. മോനെ, എവിടെ? ഈ ഫോട്ടോ എനിക്ക് അയച്ചു തരണേ, ഞാൻ ബിരുവിന് അയച്ചു കൊടുത്തോളാം. പിന്നെ മോൻ്റെ എയർ ടിക്കറ്റ് ഇല്ലേ, അതിൻ്റെ കാശ് ഞാൻ തരാം. തരൂ? ഓ, പിന്നെ ജീപ്പ് ചെയ്ത് തരാം. സത്യം പറയാലോ, ബിനു മാത്രമല്ല, നിങ്ങളുടെ കുടുംബം മുഴുവൻ എക്സ്ട്രാ ഡീസൻ്റാണ്. അളിയാ, ഇത്ര ഐക്യവും പൊരുത്തമുള്ളൊരു കുടുംബത്തിൽ ജനിക്കാൻ മാത്രം ഞാൻ എന്ത് പുണ്യ ചെയ്തതെന്ന് എനിക്കറിയില്ല അളിയാ. എൻ്റെ അവസ്ഥ അളിയനറിയാലോ. എനിക്ക് പകരമായിട്ട് അച്ഛനും അമ്മയോടൊപ്പം എപ്പോഴും അളിയ ഉണ്ടാവണം.
ഞാനിപ്പോൾ എന്ത് പറയാനാ അളിയ? ഉണ്ടാവില്ലേ? ആ ഉണ്ടാവും ഉണ്ടാവും. അളിയന് കൃത്യമായ ബോധോദയം ഉണ്ടാകുന്നവരെ ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി എന്നാ വീട്ടിൽ പോകുന്നത്? എനിക്ക് വീട്ടിൽ ചെന്നാൽ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും. എന്ത്? ഈ ജീവിച്ച പരിസരമൊക്കെ കാണുമ്പോൾ ഓർമ്മ വീണ്ടെടുക്കാൻ കൂടുതൽ സഹായിക്കുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞോ? അല്ല, ഡിസ്ചാർജ് അല്ലേ? അത് ഞാൻ പറഞ്ഞോളാം. നമുക്കത് ശരിയാക്കാം. അളിയ, എന്തോ? ഇത് മാറ്റി വെച്ചായിരുന്നു കാറിരുന്ന പൊസിഷൻ. ഇങ്ങനെയല്ലായിരുന്നു. അതങ്ങനെ ആയിരുന്നല്ലോ. അളിയ, അളിയ മെനിങ്ങാന്ന് ഈ ഷർട്ടല്ലേ ഇട്ടെ? ആഹാ, ഞാനതേ ഒരു ഡ്രസ്സ് 2 തവണ ഇടാറുണ്ട്. ഒന്നിടവിട്ട് അലക്കാറുള്ളൂ. അതാ. ഓരോരുത്തരും ധരിക്കുന്ന ഡ്രസ്സിന്റെ കളർ അപ്പം ഞാൻ ഇതിലെഴുതി വെക്കും, ഓർത്തെടുക്കാലോ. ഐ എം റിയലി പ്രൗഡ് ഓഫ് യു അളിയ. ഞാൻ ഈ സന്തോഷ വാർത്ത ബാക്കിയുള്ളവരെ കൂടെ അറിയിച്ചിട്ട് വരാം. ഞാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അങ്ങോട്ട് കൊണ്ടാവും. മിക്കി എവിടെയും തുറന്നിരിക്കാൻ ഫുൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യും. ആഹാ, എന്താ പരിപാടി? അച്ഛനും അമ്മയൊക്കെ കഴിച്ചോ? അവരൊക്കെ ക്യാൻറ്റീനിലുണ്ട്. എന്തോ കൂലങ്കശമായ ചർച്ചയില്ല. കഴിച്ചു കാണും. അവരെന്തായിരിക്കും ചർച്ച ചെയ്യുന്നത്? ബിനുവിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച്. അവർക്ക് വേറെന്താ ചിന്തിക്കാൻ? ഞാൻ പഴയ പോലെ ആകാൻ അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും. അവനെങ്ങാനും പഴയതുപോലെ ആയ നമ്മളെ കാര്യം തീർന്നു. പിന്നെ നമ്മൾ ഫ്രെയിമിലേ ഉണ്ടാവില്ല. 100% കറക്റ്റാണ്. പിന്നെ നിങ്ങൾ ഫ്രെയിമിലേ ഉണ്ടാവും, ചുവരിൽ. ആഹാ, നിങ്ങളോട് ചായം കുടിച്ചിരുന്നോ? അവനത്തെ ഡിസ്ചാർജ് വേണോന്ന് പലതോർത്ത് പറഞ്ഞു തുടങ്ങി. എല്ലാം പഠിച്ചെടുക്കുക. ഞാൻ മെനിങ്ങായിട്ട് അണ്ടർവെയറിന്റെ കളർ വരാൻ പറഞ്ഞു. സി, ഉള്ളിലിട്ടതറിഞ്ഞു. ഇനി ഉള്ളിലിരിപ്പ് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പ്ലാനിങ് പരലോകത്ത് വെച്ചാ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു പറ. ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് സനന്ദനുമായി ആലോചിക്കാം എന്താ ചെയ്യാനാവാന്ന്. സനന്ദനോ? ആ, എന്തിനാ അയാള്? പുറമേ നിന്ന് കാര്യങ്ങളൊക്കെ നോക്കാനുള്ള ആളായിട്ട് നമ്മൾ അജ്മൽ ഡോക്ടറുള്ള സ്ഥിതിക്ക് മറ്റൊരാളെ കൂടെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ സനന്ദൻ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാ. മുമ്പ് ഇതുപോലെ സനന്ദൻ സഹായിച്ചിട്ടുള്ളതാ. പുതിയ ഫ്ലാറ്റിലേക്ക് മാറ്റി ബിനു നമ്മളെ ഒറ്റപ്പെടുത്തിയപ്പോ നിഷിമയുടെ കല്യാണം നടത്താമെന്ന് എനിക്ക് ഐഡിയ പറഞ്ഞു തന്നതും സനന്ദനാ. മകളുടെ കാര്യം തീരുമാനമാക്കിയ ആളെ തന്നെ ഇപ്പോൾ മകന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അതൊരു നാട്ടുകടപ്പാണല്ലോ. അമ്മയ്ക്ക് ഒരാളുടെ മേൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അതായിക്കോട്ടെ. ഒറ്റപ്പെട്ടെന്നുള്ള അമ്മയുടെ തോന്നലാണ് എനിക്കിപ്പോൾ എല്ലാത്തിനേക്കാളും വലിയ പ്രശ്നം അല്ലേ? ഒറ്റപ്പെടുന്ന ഞാനുണ്ടല്ലോ. നിങ്ങളുണ്ടായിക്കോട്ടെ, കൂടെ വേറൊരാളും. മനുഷ്യ, നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? എന്താ എന്താ പറ്റിയേ? നിനക്ക് സനന്ദനുള്ള ബന്ധം നിർത്താറായില്ലേ? പറയുന്ന കേട്ടാ തോന്നും സനന്ദൻ എൻ്റെ കാമുകനായിരുന്നു എന്ന്. ഒരു കാലത്ത് എൻ്റെ കൊളീഗായിരുന്നു, സുഹൃത്തായിരുന്നു. അത്രയേ ഉള്ളൂ ആ ബന്ധം. എന്നിട്ടല്ലേ നീ പറഞ്ഞിട്ടില്ല അവൻ എന്നെ കാലടിച്ച് ഓടിച്ചത്? അവനെയാണോ നീ വീണ്ടും വിളിച്ചു വരുത്തുന്നത്? അയ്യോ, അതൊരു അബദ്ധം പറ്റിയതാണെന്ന് എത്ര തവണ പറഞ്ഞതാ. അതും എത്ര വർഷം മുമ്പാ അത് നടന്നത്. എന്നിട്ട് ഇപ്പോഴും അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ പ്ലംബറിയോ ഇലക്ട്രീഷ്യനെയോ വിളിക്കാറില്ലേ? സനന്ദനെ അങ്ങനെ കണ്ടാ മതി. ലക്ഷ്മി പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ബിന്നൊരു കടുത്ത സൈക്കോണ്. എത്ര പൈസ ചിലവാക്കിയാലും അവൻ പഴയ അവസ്ഥയിലെത്താണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. കുറേ എണ്ണുണ്ട് ഇതുവഴി. ഈ ജാതി കൊട്ടേഷനൊക്കെ നമ്മളൊരു ചാറ്റ് വർക്കായിട്ട് കണ്ടിട്ടുള്ളൂ. എന്താ സനന്ദന്റെ പ്ലാൻ? എൻ്റെ പ്ലാൻ കേട്ടാ ലോജിക്കില്ലാത്ത പോലെയൊക്കെ തോന്നും. ലോജിക്കൊന്നും വേണമെന്നില്ല, കാര്യം പറ. പഴയതൊക്കെ മാറ്റണം. അല്ലെങ്കിൽ അത് ഇവിടെ കിടന്നോട്ടെ,
പുതിയ ബെഡ്ഷീറ്റും സാധനങ്ങളൊക്കെ പറഞ്ഞല്ലേ കവറായിക്കോളൂ. വേണ്ടതിൽ വേണ്ട. എന്റെ രമേശ ഒന്ന് വേഗം നടക്ക്. ഓ ഞാൻ പറഞ്ഞത് ചെറിയ ചെറിയ സാധനങ്ങളാണ് നമ്മൾ വിട്ടു പോവുക. അങ്ങനെ ബിനുവിന് സ്പെഷ്യൽ ഇമോഷൻ കണക്ഷനുള്ള എന്തെങ്കിലും ചെറിയ സാധനങ്ങളുണ്ട് അവിടെ. ഇത് ഇന്റീരിയർ ചെയ്താൽ മാത്രം പോരാ. നോക്ക്, എന്തേലും ഉണ്ടാവും. അവൻ ആരാ മോൻ? ആ കിട്ടിയില്ലേ? അതൊരു ഓർമ്മയില്ലേ ബിനുവിൻ്റെയും ഷിബിൻ്റെയും? അത് ശരി. അത് കളയണോ? ഒരു കാര്യത്തിൽ എനിക്ക് ഇപ്പോഴും സങ്കടമുണ്ട്. ഒരു കുട്ടി മതിയെന്ന് ഞാൻ ലക്ഷ്മിയോട് പണ്ടേ പറഞ്ഞതാ, പക്ഷെ അവള് കേട്ടില്ല. ലക്ഷ്മി രണ്ടാമത്തെ പ്രഗ്നൻസിയുടെ കാര്യം എന്നോട് ആദ്യം പറയണേ. അതായത് ബിനുവിൻ്റെ ഓർമ്മയുണ്ടാ? ആ, എന്നിട്ട് നമ്മൾ കുറേ തർക്കിച്ചു അബോട്ട് ചെയ്യണ വേണ്ടേന്ന്. അവസാനം ക്യാരി ചെയ്യാൻ നീ തന്നെ തീരുമാനിച്ചു. ഹെയർ ബോഡി ഹെയർ ഡിസിഷൻ. അതിനുശേഷമാണ് ദാസേട്ടനോട് അടക്കം പറഞ്ഞത്. ഇന്നും ഞാൻ അതേ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കണ്. ലക്ഷ്മിയാ, രണ്ടാമതൊരു കുട്ടി വേണ്ടായിരുന്നു. സനന്ദ ഫ്ലാറ്റിന്റെ പണി തീരാൻ ഇനി ഒരാഴ്ച എടുക്കും. ഹോസ്പിറ്റലിൽ ചെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറയുന്നു. ഇനി എന്താ ഒരു വഴി? ആള് എഴുന്നേറ്റ് നടക്കാൻ പറ്റിയ കണ്ടീഷനോ? അതെ. ഞാൻ അന്നേ പറഞ്ഞ അബോട്ട് ചെയ്യാന്ന്. കൂട്ടുക്കാൻ കറങ്ങി തിരിഞ്ഞാൽ എൻ്റെ തന്നെ വന്നു. അതാണ് ദൈവമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ബാത്റൂമിൽ വെച്ച് സോപ്പ് ഷാമ്പു നമുക്ക് കലക്കി വയ്ക്കാം. അതിൽ ചവിട്ടി തലടിച്ച് വീണോളും. 2 ആഴ്ച നീട്ടി കിട്ടാതെ പോരെ. ചിലപ്പോൾ അതോടുകൂടി തീർന്നാലാ. അതൊന്നും വേണ്ട. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. വേറെ വഴിയുണ്ട്. എന്ത് വഴി? അതൊക്കെ ഉണ്ട്. ഒന്ന് ചുറ്റി വരണം. ബിനു ഇതുവരെ പോവാത്ത സ്ഥലങ്ങളിലൂടെ. സഞ്ജു, അയാളോടൊന്ന് പോയി ചോദിക്കില്ലേ? ഞാൻ ഒറ്റയ്ക്കോ? നീ കൂടെ വാ. കുടുംബത്തിന്റെ അകത്തുള്ളവർ ഇതൊക്കെ എങ്ങനെയാ പറയാ എന്റെ സഞ്ജു? ചെല്ലേ. അപ്പൊ ഞാനിപ്പോഴും കുടുംബത്തിനകത്തായിട്ടില്ലല്ലേ? സഞ്ജുവിന് എൻ്റെ കൂടെ US വരണോ അതോ ബിനുവിൻ്റെ കൈകൊണ്ട് മരിക്കണോ? US. എന്നാ ചെല്ലേ ചെല്ലേ. നമുക്ക് ഈ മൂകാംബികയിൽ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാനാ? അതായത് അവിടെ ആകുമ്പോൾ പരിചയമുള്ളവരും ഉണ്ടാവില്ലല്ലോ. എന്താ നീ ഉദ്ദേശിക്കുന്നത്? ബിനുവിനെ നമ്മൾ പോകുന്ന നോക്കില്ലേ അവിടെ വെച്ച് തീർക്കുന്ന കാര്യം. ആ, കൊല്ലണ്ട കേസ്. അത് നമുക്കൊരു കാര്യം ചെയ്യാം. സൂയിസൈഡ് പോയിന്റ് ഇല്ലേ, അവിടെ കൊണ്ടുപോയി തള്ളിടാം. ആ, നന്നായിരിക്കും. വേറെ പ്രശ്നമുണ്ട്. എന്ത്? തള്ളണ സമയത്ത് അവൻ കൈമ കയറി പിടിച്ചാ കൂടെ പോണ്ടി വരും. ആര്? നീ എന്നെ. ഞാനെന്തിനു പോണം? പിന്നെ ഞാൻ പോണ. ടെൻഷനാവല്ലേ? പോണ സമയത്ത് ഒതുക്കത്തിൽ എൻ്റെ കാറിൽ കയറ്റിരാ. ഐഡിയ ഉണ്ട്. അപ്പൊ മൂകാംബിക പോയിട്ട് നേരെ വീട്ടിലേക്ക് അല്ലേ? മൂകാംബിക എന്ന് വെച്ചാ ബിനുവിന്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു. ഐ സി. ആ ഒരു കടാക്ഷം കൊണ്ടാ ഇങ്ങനെയെങ്കിലും ആയത്. ആദ്യം നന്ദി അറിയിക്കേണ്ടത് അവിടെ തന്നെയാണല്ലോ. നിങ്ങളുടെ ഈ എഫേർട്ട് ഉണ്ടല്ലോ, ദൈവം കാണാതിരിക്കും. ദൈവം കാണും. നിങ്ങളുടെ ഈ എഫേർട്ട് ഉണ്ടല്ലോ, ദൈവം കാണാതിരിക്കും. ദൈവം കാണും. അളിയാ പോണ്ടേ? നമുക്ക് സനന്ദനങ്ങളുടെ വണ്ടി കയറാം. പുള്ളിയമ്മ നല്ല സ്മൂത്ത് ഡ്രൈവിംഗ്. അതെ, അതാകുമ്പോൾ വണ്ടി കുലുങ്ങിയിട്ട് തല അനങ്ങണ്ട. നീ കയറിയിട്ടുണ്ടോ? ആ, 2 പ്രാവശ്യം. ആ, പോയല്ലോ. പോവാം. ഒരാളും കൂടെ വരാനുണ്ട്. എല്ലാരും വന്നില്ലേ? ഇനി ആരും വരാനാ? ഇവളെന്താ ഇവന്റെ പിന്നാലെ? കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് നടക്കുമല്ലേ അവള്? ഞാൻ സനന്ദന്റെ കൂടെ കയറും. അവളെന്തിനാ അതിൽ കയറണേ? അമ്മയ്ക്കതാ കോൺഫിഡൻസിങ് ആയിക്കോട്ടെ, അച്ഛനിങ്ങ് കയറും. അപ്പൊ ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടെന്നറിയോ ലീവ് കിട്ടി? പെട്ടെന്ന് അമ്മയെ വിളിച്ചു പറയുന്നത്. അതെന്തായാലും നന്നായി.
ഒരു മാർഗമില്ലയോ ഉயிருള്ള ശവമായി നീങ്ങുന്നു നാം മാറാത്തൊരു വ്യാധിയാകുമോ തലച്ചോറിതോർക്കുമോ വിധി തന്നതാണിതോ കരപറ്റി പോകാതെ നീങ്ങുന്നു നാം ഭൂതകാലമെന്ന പാപിയാമി ഇവർ ഒഴിവാക്കേണ്ട ഒന്നും നടക്കില്ലേട്ടാ. ഒരു സംഭവം നടക്കില്ല. ഒഴിവാക്കാന്ന് വെച്ചാ എവിടെ കിട്ടി ഈ വക വേട്ട അവിടെ മരവണേ? തേടി വന്ന കാലനാണിതോ കാലമാകെയൊക്കെ നീറി നിന്നതോ ചങ്കിനുള്ളിലുള്ളിലുള്ളിലാതിയോ പണ്ട് പലവിധ പൊല്ലാപ്പ് തെണ്ടെത്തിരിയണ താമാപ്പ്. അച്ഛാ അച്ഛാ, എൻ്റെ ഈ അവസ്ഥയിൽ പഴയ പോലെ അച്ഛനും അമ്മയ്ക്കും ഒരു താങ്ങും തണലാവാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. പഴയതുപോലെ ആവണമെന്നില്ല, ഇപ്പോൾ ഉള്ളതുപോലെ മതി. ജീവൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ. അച്ഛൻ്റെ കൂടെ ഞാനും വന്നോട്ടെ. പണി എത്രയും പെട്ടെന്ന് തീർക്കണേ. രാവും പകലില്ലാണ്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2 ദിവസം വേണം. ഇനി ഞാൻ വിളിക്കുമ്പോൾ എന്റെ സ്വരം ഇതായിരിക്കില്ല. ഇനി യേശുദാസിന്റെ സ്വരത്ത് പറഞ്ഞു കഴിഞ്ഞാലും പണി 2 ദിവസം കൂടെ വേണ്ടി വരും. നേരെ ആക്കട്ടെ. ഞാൻ വിളിക്കാം. ശരി. അച്ഛാ, നമുക്ക് നാളെ രാവിലെ വീട്ടിലേക്ക് പോയാലോ? എങ്ങനെ പോവും? നേർച്ചയില്ലേ? അല്ല, അപ്പം അതെത്ര ദിവസം എടുക്കും? ജീവിത ചുറ്റുപാടിൽ എത്രയും പെട്ടെന്ന് എത്താനല്ലേ ഡോക്ടർക്ക് എന്തറിയാം? ഇവിടുത്തെ ചുറ്റുപാട് ഡോക്ടർക്ക് അറിയോ? പിന്നെ ഇവ ഇന്ന് ജീവിച്ചിരിക്കുന്നവന്റെ അമ്മയുടെ നേർച്ച കാരണോ? 2 ദിവസം എടുക്കും. വീട്ടിൽ 2 ദിവസം എടുക്കും. കൂടിയുണ്ട്. ഇനി എന്താ? ഇതൊരു പരീക്ഷണമാണ്. ഏറ്റു ഏൽക്കില്ലെന്ന് പറയാൻ പറ്റേട്ടാ. എന്തെങ്കിലും ഒന്ന് പറ. ഒരാളെ കൊല്ലാനല്ലേ നമുക്ക് ആവാത്തുള്ളൂ. സ്വയം ആത്മഹത്യയിലേക്ക് തന്നെ വിടാല. ബിനു കാരണം ഈ കുടുംബം കടബാധ്യത കയറി കൂട്ടാത്മഹത്യ ചെയ്യാന്നുള്ള പ്രതീതി അവനാദ്യം ഉണ്ടാക്കണം. വിഷം കഴിക്കുമ്പോൾ ആദ്യം അവനെ കൊണ്ട് കുടിപ്പിക്കണം. നമ്മൾ കുടിക്കാന്ന് അഭിനയിക്കാനേ പാടും. മനസ്സിലായ? പിന്നെ പഴയ കണ്ടീഷനിലേക്ക് എത്തുകയാണെന്ന് കരുതുക. എന്നിട്ടൊരു നല്ല മനുഷ്യനായി മാറിയാലോ? എത്ര ശതമാനം? ഞാൻ അവന്റെ അമ്മയാ. അവനെ എനിക്കറിയാം. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ല. ഓർമ്മയിലെത്തിയ അവൻ പഴയതിലും മോശമാവും. സ്നേഹിക്കാനുള്ള ഒരു അവസരം കൂടി തന്നതായിരുന്നു ദൈവം കോമയിലൂടെ. പക്ഷെ അവൻ ആ പഴയ ബിനു ആയാൽ അതാണ് ഇത് സെഞ്ചുറി എടുക്കും. ബിനുവിനെ സംസാരിച്ച് സമ്മർദ്ദപ്പെടുത്തി കൂട്ടാത്മഹത്യ ചെയ്യാന്ന മുൻപിലെത്തിക്കുന്ന ജോലി കിട്ടിയാ ഏറ്റെടുത്തു. സഞ്ജു തന്നെ ഈ പണി ചെയ്യാൻ നല്ലത്. പക്ഷെ എന്ത് തേങ്ങ സംഭവിച്ചിട്ടാണെങ്കിലും ആ ചെകുത്താനെ നമ്മൾ കീഴടങ്ങരുത്. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, മാറ്റണ്ടാവരുത്. ഓക്കെ, എന്റെ കാര്യം ഓർത്ത് അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. ഇതെന്റെ വിധിയല്ലേ, ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ ആലോചിക്കുന്നത് നിഷിമയെ കുറിച്ചാ. നിഷിമയ്ക്ക് എന്ത് പറ്റിയച്ചാ? ഒന്നുമില്ല. ഞാൻ കരുതി ബിനുവിന് എൻ്റെ പാരമ്പര്യമാണെന്ന്. അവനവൻ്റെ അമ്മയുടെ പാരമ്പര്യമാണ്. അതേ സെയിം ജീനാ എൻ്റെ മോക്കും നിന്റെ ഭാര്യയ്ക്ക്. നീയും തച്ചു വച്ചോ. എനിക്കിവിടെ വന്നപ്പോഴേ അളിയൻ്റെ അച്ഛനമ്മയെ ഓർമ്മ വന്നു. പാവങ്ങൾ എത്ര തവണ ഇതുപോലുള്ള സ്ഥലങ്ങൾ ആത്മഹത്യക്ക് വന്നിട്ടുള്ളത്. അല്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. വൻ റിച്ച് ഫാമിലി ആയിരുന്നല്ലോ. അളിയനൊരുത്തനല്ലേ അവരുടെ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞത്. അളിയൻ്റെ ഒടുക്കത്തെ ഓൺലൈൻ റമ്മി. കുടുംബത്തിൻ്റെ മാനവും പോയി, കാശും പോയി, ഇല്ലാത്ത കടബാധ്യത ഉണ്ടാക്കി. അളിയൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ 2 പ്രാവശ്യം അവിടെ നിന്ന് ചാടിയനെ. വിഷം കലർത്തിയ ഒരു ഭക്ഷണത്തളികയ്ക്ക് മുൻപിൽ കൂട്ടാത്മഹത്യക്കരിക്കുന്ന അളിയനും ഫാമിലിയും. ഓ അളിയ, അത് ഓർത്തിട്ട് തന്നെ എൻ്റെ ഉറക്കം പോയി.